ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2005 വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ സാമ്പത്തികമായി വിജയം കൊയ്ത് ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു 2005 കടന്നുപോയത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് എന്നീ മുൻനിര താരങ്ങൾക്ക് നിറയെ വിജയങ്ങൾ സമ്മാനിച്ച 2005 ആകെ 18 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. ഇത്രയും ചിത്രങ്ങളുടെ വിശകലനങ്ങൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ 2 ഭാഗങ്ങളിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യത്തെ 6 മാസങ്ങളിൽ വിജയം കൈവരിച്ച 8 ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2005 ജനുവരിയിൽ ആകെ 2 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 2005 ആദ്യത്തെ ഹിറ്റ് ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ഉദയനാണ് താരം. 2004 തുടരെ പരാജയങ്ങളുമായി നിന്നിരുന്ന മോഹൻലാലിന് ഏറെ പ്രതീക്ഷയും അതിനൊത്ത ആശ്വാസവും നൽകിയ ചിത്രമായിരുന്നു ഉദയനാണ് താരം എന്ന റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രം. ശ്രീനിവാസൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന കൺസെപ്റ്റോടെ പ്രേക്ഷകരുടെ ഗംഭീര മൗത്ത് പബ്ലിസിറ്റിയിൽ വമ്പൻ വിജയമാണ് അക്കാലത്ത് നേടിയത്. ശ്രീനിവാസനും മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക. മുകേഷ്, ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം സി കരുണാകരനായിരുന്നു നിർമ്മിച്ചിരുന്നത്. 2005 ജനുവരി 21 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 150 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ച് ഗംഭീര വിജയം കൈവരിച്ചത്. ദീപക് ദേവായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 2005 രണ്ടാമത്തെ ഹിറ്റ് ചിത്രമായിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിന്റെ അമ്മ. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ഫാമിലി എന്റർടൈനർ ജനുവരി 26 തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഒരമ്മയുടെയും മകളുടെയും വൈകാരികമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ നിരവധി രംഗങ്ങൾ കോർത്തിണക്കിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തിയാണ് അക്കാലത്ത് നൽകിയത്. ഉർവശിയും മീര ജാസ്മിനും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നരേനും നായകതുല്യമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. KPAC ലളിത, സുകുമാരി, ഒടുവിലുണ്ണികൃഷ്ണൻ, ഇന്നസെന്റ് തുടങ്ങി വമ്പൻ താരനിരയുമായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ രാജേഷ് ജയറാമനായിരുന്നു നിർവഹിച്ചിരുന്നത്. രഞ്ജൻ പ്രമോദ് തിരക്കഥയും സംഭാഷണവും ഒരുക്കി. കുറഞ്ഞ മുതൽ മുടക്കിൽ പൂർത്തിയാക്കി വൻ വിജയം കൈവരിച്ച ചിത്രമായിരുന്നു അച്ചുവിന്റെ അമ്മ. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് അച്ചുവിന്റെ അമ്മ നേടിയത്. ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച അതിമനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക സംഭാവന വഹിച്ചു. ഫെബ്രുവരിയിൽ ഒരു ചിത്രം പോലും സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല. 2005 മാർച്ചിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 2005 മാർച്ചിലെ വിജയ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ തൊമ്മനും മക്കളും. 2005 മാർച്ച് 18 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഷാഫി ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ബെന്നി പി നായരമ്പലം തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ലാലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് നിർമ്മാണം നിർവഹിച്ച ഈ ചിത്രം ഗംഭീര കളക്ഷനും അതിനൊത്ത ലോങ് റണ്ണും നേടി വിഷു സീസന്റെ അഡ്വാൻറ്റേജിൽ വൻ വിജയമാണ് അക്കാലത്ത് നേടിയത്. മമ്മൂട്ടിക്ക് ഏറെ തിളക്കം നൽകിയ ചിത്രം കൂടിയായിരുന്നു തൊമ്മനും മക്കളും നേടിയ മികച്ച വിജയം. രാജൻ പി ദേവ്, കലാശാല ബാബു, സലീം കുമാർ, ജനാർദ്ദനൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിൽ തെലുങ്ക് നടി ലയയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിന്റെ വിജയം ഷാഫി എന്ന സംവിധായകന് ഏറെ മൈലേജ് ആണ് അക്കാലത്ത് നേടിക്കൊടുത്തത്. അലക്സ് പോൾ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 2005 ഏപ്രിലിൽ 2 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 2005 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു പൃഥ്വിരാജ് നായകനായി എത്തിയ വിനയന്റെ അത്ഭുത ദ്വീപ്. നിരവധി കുള്ളന്മാർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയുള്ള അത്ഭുത ദ്വീപ് അതുകൊണ്ട് തന്നെ വിനയന്റെ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. അവതരണത്തിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ച വിനയന് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നിരാശപ്പെടേണ്ടി വന്നില്ല. വിഷു മധ്യവേനലാവധി സീസന്റെ അഡ്വാൻറ്റേജിൽ ഈ ചിത്രം തരക്കേടില്ലാത്ത മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തിൽ സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. 2005 ഏപ്രിൽ 1 റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ജഗദീഷ്, ഇന്ദ്രൻസ്, ഗിന്നസ് പക്രു, ബോളിവുഡ് താരം മല്ലിക കപൂർ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഗൾഫ് ലൈൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ
തിരക്കഥ ഒരുക്കിയത് സംവിധായകനായ വിനയൻ തന്നെയായിരുന്നു. 2005 പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഹിറ്റ് ചിത്രമായ അത്ഭുത ദ്വീപിന്റെ സംഗീത സംവിധാനം എം ജയചന്ദ്രനാണ് നിർവഹിച്ചത്. 2005 അടുത്ത വിജയ ചിത്രമായിരുന്നു ദിലീപ് നായകനായി എത്തിയ കൊച്ചി രാജാവ്. ഏപ്രിൽ 14 വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ഈ ഫാമിലി കോമഡി ആക്ഷൻ എന്റർടൈനർ ജോണി ആന്റണി ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഉദയകൃഷ്ണ, സിബി കെ തോമസ് തിരക്കഥ സംഭാഷണം രചിച്ച ഈ ചിത്രത്തിൽ കാവ്യ മാധവനായിരുന്നു നായിക. ആർ മോഹന്റെ നിർമ്മാണത്തിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മുരളി, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, രംഭ, ഡൽഹി ഗണേശ്, റിയാസ് ഖാൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ദിലീപിന്റെ അക്കാലത്തെ മികച്ച പ്രതിച്ഛായയുടെ പിൻബലത്തിലും വിഷു സീസന്റെ അഡ്വാൻറ്റേജും കാരണം പ്രേക്ഷകർക്കിടയിൽ മികച്ച പ്രതികരണം നേടി സൂപ്പർ ഹിറ്റ് വിജയമാണ് അക്കാലത്ത് കൊച്ചി രാജാവ് നേടിയത്. വിദ്യാസാഗർ ഇണമിട്ട അതിമനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 2005 മെയ്യിൽ 2 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 2005 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു മെയ് 20 തിയേറ്ററുകളിലെത്തിയ കലാഭവൻ മണി നായകനായി എത്തിയ ബെൻ ജോൺസൺ. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൽ ജലീൽ നിർമ്മിച്ച ഈ ചിത്രം അനിൽ സി മേനോനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മധു, കൊച്ചിൻ ഹനീഫ, വിജയരാഘവൻ, സിദ്ദിഖ്, ഭീമൻ രഘു, കലാശാല ബാബു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. ഈ ചിത്രം തരക്കേടില്ലാത്ത മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തിൽ മികച്ച വിജയമാണ് അക്കാലത്ത് സ്വന്തമാക്കിയത്. സർപ്രൈസ് ഹിറ്റ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ബെൻ ജോൺസൺ കലാഭവൻ മണിക്ക് പുതിയൊരു ഇമേജാണ് അക്കാലത്ത് നേടിക്കൊടുത്തത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം സോന സോന എന്ന സൂപ്പർ ഹിറ്റ് ഗാനം കൊണ്ടും അക്കാലത്ത് ശ്രദ്ധ നേടിയിരുന്നു. ദീപക് ദേവ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 2005 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ തസ്കരവീരൻ. മെയ് 27 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ആക്ഷൻ കോമഡി കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു. പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത തസ്കരവീരൻ അക്കാലത്തെ മമ്മൂട്ടിയുടെ ഇമേജ് കൊണ്ട് മാത്രം സാമ്പത്തിക വിജയം കൈവരിച്ച ചിത്രം കൂടിയായിരുന്നു. ഗംഭീര ഇനീഷ്യൽ നേടിയെടുത്ത ഈ ചിത്രത്തിൽ നയൻതാരയായിരുന്നു മമ്മൂട്ടിയുടെ നായികയായി എത്തിയത്. മധു, ഇന്നസെന്റ്, സിദ്ദിഖ്, ഷീല തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തത്. ഔസേപ്പച്ചനായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. രസിക എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു. 2005 ജൂണിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 2005 അടുത്ത വിജയ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ രാപ്പകൽ. കമലിന്റെ സംവിധാനത്തിൽ ടി.എ. റസാഖ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ രാപ്പകൽ മമ്മൂട്ടിയുടെ കുടുംബ ചിത്രങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. നല്ല ചിത്രമെന്ന അഭിപ്രായം നേടി പ്രേക്ഷകർക്കിടയിൽ ഗംഭീര പ്രകടനവുമായി എത്തിയ രാപ്പകൽ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് വിജയമാണ് കരസ്ഥമാക്കിയത്. നയൻതാര നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ശാരദ, ബാലേന്ദ്ര മേനോൻ, ഗീതു മോഹൻദാസ്, വിജയരാഘവൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. 2005 ജൂൺ 24 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഡ്രീം ടീം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹൗളി പോട്ടൂറായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇത്രയുമാണ് 2005 ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യത്തെ 6 മാസങ്ങളിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.